2026 നടക്കാൻ പോകുന്നത് അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം അത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം തന്നെയാണ്. കാരണം 2026 തന്നെയാണ് ഏറ്റവും വലിയ തോതിലുള്ള മത്സരം നടക്കാനായി പോകുന്നത് തന്നെയും. കാരണം LDFിൻ്റെ രാഷ്ട്രീയ ഭാവി, അതായത് അവർക്ക് നിലവിൽ കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത്. ആ ഭരണം നിലനിർത്താൻ സാധിക്കുമോ, അതല്ല ഒരിടത്തും ഭരണമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്ന ഒരു ചോദ്യവും UDFിൻ്റെ 2 പ്രാവശ്യവും, അതായത് 10 കൊല്ലം കൊണ്ട് UDF ഇപ്പോൾ കേരളത്തിൽ ഭരണമില്ലാതെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും ഒരു മോചനം UDFിന് കേരളത്തിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ? BJPയെ സംബന്ധിച്ചിടത്തോളമാണ് ഏറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കി ഒരു സീറ്റ് നേടിയെടുത്ത BJP പലയിടങ്ങളിലും BJP മുന്നിലെത്താൻ സാധിച്ചിരുന്നു. അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ തന്നെയും 11ഓളം മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ആ ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും BJPക്ക് എത്രത്തോളം ഗുണകരമായി മാറുമെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് BJPക്ക് എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ BJP ഇവിടെ സീറ്റ് നേടാൻ സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ BJP ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടുമോ, സർവേ ഫലങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമോ, BJP അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ, അതോടൊപ്പം തന്നെ BJP ഒരു നിർണായക ശക്തിയായി കേരളത്തിൽ മാറുമോ? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ 2026 വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഏകദേശം 1.5 കൊല്ലത്തോളമാണ് ഇനി തെരഞ്ഞെടുപ്പിനായിട്ട് ബാക്കിയുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ട്വിസ്റ്റുകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതിനിടയിൽ തന്നെ വന്ന ചില സർവേ ഫലങ്ങൾ തന്നെ നോക്കുമ്പോൾ തന്നെയും പലതിലും UDFിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDF അത്രത്തോളം തകരില്ല എന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. BJP ഷുവറായും അക്കൗണ്ട് തുറക്കുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം പല കണക്കുകളും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് LDF 2026 വരില്ല എന്ന് UDF വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർ 100% ഉറപ്പിച്ച ഒരു വിശ്വാസമല്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതിന് കാരണവും UDFിൻ്റെ പ്രതിപക്ഷം എന്നുള്ള തരത്തിലുള്ള പ്രകടനം അത്ര മികച്ചതല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള വളർച്ച കേരളത്തിൽ അത് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. 2 ടേമും ഭരണത്തിൽ വന്ന LDF 3-ാമത്തെ ടേമിലും ആത്മവിശ്വാസം കൈവിടുന്നില്ല എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരിപ്പോഴും വളരെയധികം കോൺഫിഡൻസോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് കാരണം എന്താണ്? പല തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരങ്ങളും നിലവിൽ LDFിന് നേരെ ഉണ്ടെങ്കിൽ പോലും അവരുടെ സർക്കാർ 3-ാം ടേമിലും ഭരണത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസം LDFിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുറത്തു വന്ന ചില സർവേ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും BJPക്ക് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള സർവേ കണക്ക് തന്നെയാണ് പുറത്തു വന്നതെന്ന കാര്യം സംശയമില്ല. കാരണം BJP അക്കൗണ്ട് തുറക്കുമെന്നു മാത്രമല്ല BJPക്ക് 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 4 വരെയും സീറ്റുകൾ പറഞ്ഞിട്ടുള്ള ചില സർവേകളും ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ 5 മുതൽ 10 സീറ്റുകൾക്കുള്ളിൽ വരെ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയെന്ന് വരാം. ഇനി നേരെ മറിച്ച് LDFിന്റെ കാര്യത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ LDFിന് നിലവിൽ പല സർവേകളും പറയുന്നത് 50-ലുപരി സീറ്റുകൾ കിട്ടുമെന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷെ ആ സർവേ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് LDF പൂർണ്ണ തോതിൽ തകരില്ല എന്നുള്ളത് തന്നെയാണ്. തകരില്ല എന്ന് മാത്രമല്ല, അവർ ഭരണത്തിലെത്താനായിട്ടുള്ള വീണ്ടും, അതായത് 3-ാം ടേമിലും ഭരണത്തിലെത്താനായിട്ടുള്ള ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള കണക്കുകളാണ് പുറത്തു വന്നത്. ഇനി UDFിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ UDFിന് ഒരു സർവേയും പറയുന്നില്ല UDF ഒരു തരംഗമുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ 100 സീറ്റുകൾ നേടുമെന്നോ 100-ലധികം സീറ്റുകൾ നേടുമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, UDFിന്റെ ഈ 10 കൊല്ലത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ള തരത്തിലുള്ള പ്രകടനം അത് അത്ര കണ്ട് മികച്ചതല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവമെന്ന് പറയുന്നത്. കാരണം പല ഘട്ടങ്ങളിലും LDFിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും LDFിന് ഒരു പൂർണ്ണ തോതിൽ പരാജയമാക്കാനായിട്ട് UDFിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമെന്ന് പറയാം. അത് UDFിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പരാജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. UDFിന് തന്നെ നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ UDFിന് 70 മുതൽ 80 സീറ്റുകൾ വരെ കിട്ടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് പല കണക്കുകളും പുറത്തു വരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ ഒരു സേഫ് സോൺ അല്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്.
കാരണം 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും UDFന് ഒരു വലിയ തിരിച്ചുവരവ് നടത്തി കേരളത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെയാണ് LDFന്റെ വിജയമെന്ന് പറയുന്നത്. ഇവിടെ UDF നേരിടാൻ പോകുന്ന മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് BJPയുടെ ഒരു മുന്നേറ്റം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു സീറ്റുകൾ അവർക്ക് കേരളത്തിൽ 2026 കിട്ടിയാൽ അത് 8ന്റെ പണി നൽകുന്നത് UDFനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഗുണകരമായി മാറുന്നത് LDFന് തന്നെ ആയിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ 2026 ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. കാരണമെന്ന് പറയുന്നത് ഒരു തൂക്കുസഭ വരാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കാരണം വ്യക്തമായ ഭൂരിപക്ഷത്തിലെത്താനായിട്ട് ഈ പറയുന്ന UDFന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും UDF പണി വാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും 2026 എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. 1.5 കൊല്ലം അടുപ്പിച്ച് ഇനിയും ബാക്കിയുണ്ട് 2026 തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. അതിനുള്ളിൽ കേരളത്തിൽ വമ്പൻ അട്ടിമറികൾ നടക്കാനായിട്ടും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം എങ്ങനെയും മൂന്നാമതും അധികാരത്തിൽ എത്തണമെന്നുള്ള ലക്ഷ്യം LDFനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണമെന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ആ കേരളം കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റെവിടെയും തന്നെ ഇനിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് LDFന് സാധിക്കത്തില്ല എന്നുള്ളതും അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും അവർ മൂന്നാമത് ഭരണത്തിൽ വരാനായിട്ടുള്ള പണികൾ 18 നോക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സീറ്റുകളുടെ കാര്യത്തിൽ 2026 UDFന് ഒരു വലിയ കുതിപ്പുണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ LDFനെ പൂർണ്ണതോതിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ എത്താമെന്നുള്ളതും UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ UDFന്റെ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, BJPയുടെ ഒരു വലിയ തോതിലുള്ള ഒരു നിർണായകമായിട്ടുള്ള വരവെന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും 2026 സീറ്റുകളുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് BJPക്ക് 2026 സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതും ഏകദേശം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിലത്തെ സിറ്റുവേഷനിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു 50-50 ചാൻസ് മാത്രമാണ് നിലനിൽക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളവും ഒരു 50-50 ചാൻസ് തന്നെയാണ് നിലനിൽക്കുന്നത്. ഭരണത്തിൽ ആർക്ക് വേണമോ വരാൻ സാധിക്കും. അതുപോലെ തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ശക്തിയായിട്ട് മാറാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, LDFനെ 2026 പൂർണ്ണ തോതിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് UDFന് ഭരണത്തിൽ എത്താമെന്നുള്ളത് ഒരു വ്യാമോഹമായി മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം.